കേരളത്തിൽ പാർട്ടിയും സർക്കാരും നേരിടുന്ന പ്രതിസന്ധികളൊന്നും ചർച്ച ചെയ്യാതെ CPM കേന്ദ്ര കമ്മിറ്റി പിരിഞ്ഞു. ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഭാരതം ഉടൻ നിരോധിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിലും ഛത്തീസ്ഗഡിലുമുള്ള കമ്പനികളിൽ നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന CPM സെൻട്രൽ കമ്മിറ്റി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കാനും തീരുമാനിച്ചു. പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ CPM-ഉം സർക്കാരും പലവിധ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് സെൻട്രൽ കമ്മിറ്റി ചേർന്നത്. എന്നിട്ടും അവയൊന്നും കമ്മിറ്റിയിൽ ചർച്ചയായില്ല. സെൻട്രൽ കമ്മിറ്റി ചേരുന്ന അവസരത്തിൽ തന്നെയാണ് PV അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അവമതിപ്പുണ്ടാക്കിയെങ്കിലും കേന്ദ്ര കമ്മിറ്റി കണ്ടില്ലെന്ന് നടിച്ചു. അതേസമയം പാലസ്തീൻ അനുകൂല നിലപാട് ആവർത്തിക്കാൻ സെൻട്രൽ കമ്മിറ്റി സമയം കണ്ടെത്തി. ഇസ്രയേലിനുള്ള ആയുധ കമ്മിറ്റി ഉടൻ നിരോധിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം. ഭാരതത്തിനൊപ്പം എന്നും നിലകൊണ്ട ഇസ്രയേലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള സാംസങ് പ്ലാന്റിലെ പണിമുടക്കിനും ഛത്തീസ്ഗഡിലുള്ള ഫെറോസ്ക്രാപ്പ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിനും കേന്ദ്ര കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ ഇരു സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളുടെയും അവസ്ഥ പാർട്ടി വിസ്മരിച്ചു. ജനം, ഡൽഹി.